ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി FC മത്സരത്തിലെ നിങ്ങളുടെ ഹീറോ ആരായിരുന്നു? സോ എൻ്റെ ഹീറോ ആരാണ് എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയാം. കാരണം അതിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു റിവ്യൂ കണക്കി ഒരു വീഡിയോ ചെയ്തതാണ്. അതിലും നമുക്കറിയാം ഈ ഒരു മത്സരം മുംബൈ സിറ്റി FCക്കെതിരെ 2-0 ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു. അതിന് മുന്നത്തെ മത്സരത്തിൽ 1-0 എന്ന് പറയുന്നൊരു സ്കോറിൽ പഞ്ചാബിനെതിരെ വിജയിക്കാൻ സാധിച്ചു. നമുക്കറിയാം ലൂണയില്ലാത്ത 2 മത്സരങ്ങളായിരുന്നു. ഈ 2 മത്സരങ്ങളിൽ നമുക്ക് 6 പോയിൻറ്റ്സ് അതൊരു ഹോമിലും ഒരു എവേയിലുമായിട്ട് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നമ്മളുടെ അറ്റാക്കിംഗ് കോമ്പിനേഷൻസ് ഒക്കെ വർക്കൗട്ട് ആയ ഒരു മാച്ച് കൂടിയായിരുന്നു, എസ്പെഷ്യലി ദി ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. അപ്പം വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. പണ്ട് അലക്സ് ഫെർഗൂസൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അറ്റാക്ക് വിൻസ് യു ഗെയിംസ്, ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽസ് എന്ന് പറയുന്നൊരു കാര്യം. അതായത് ഡിഫൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ FC ഗോവ ഈ ഒരു സീസണിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ടീമാണ്. അവരുടെ ഏറ്റവും കരുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം അവരുടെ ഡിഫൻസ് തന്നെയാണ് എന്നുള്ളത്. അവർക്കിപ്പം നോവയും വിക്ടറും ബ്രാൻഡനും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ജയ്ഗുപ്ത, സെർട്ടൻ, സന്ദേശ് ഷിങ്കൻ, ഒടയുണ്ണിൻ്റെ അടങ്ങുന്ന ആ ഒരു ഡിഫൻസ് ലൈൻ ഒരു പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പം KBFCക്കെതിരെ ഉള്ള മത്സരമൊക്കെ കളിച്ച ശേഷം നമ്മൾ പറഞ്ഞിരുന്നു അവർ 1-0 ജയിച്ച് നിന്ന ശേഷം പിന്നീട് അവർ സോളിഡായിട്ട് ആണ് ആ ഒരു ഡിഫൻസ് കൈകാര്യം ചെയ്തത് എന്നുള്ളത്. അപ്പം ഇവിടെയാണ് നമ്മൾ ഈ ഒരു മത്സരത്തിൻ്റെ ആ ഒരു പോയിന്റിലേക്ക് എത്തേണ്ടത്. അതായത് നമ്മളുടെ ഡിഫൻസ് കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞത് 2 ഫോറിൻ CBs വരുമ്പോൾ ഈ ഒരു മാച്ചിൽ അത് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിരുന്നത് അതേ 11 തന്നെയാണ് കോച്ച് ഈ ഒരു മത്സരത്തിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പം അവിടെ 2 വിദേശ സെൻട്രൽ ബാക്കുകളെ വെച്ചിട്ടുള്ളൊരു കാര്യം. അപ്പം അതിലിപ്പം നമുക്ക് ഓരോ പ്ലേയേഴ്സിനെ വരുമ്പോൾ ഇപ്പം നവോച്ച സിങ്ങിനെ പറ്റി എന്തുകൊണ്ട് കഴിഞ്ഞ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു മത്സരത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ പുറത്ത് എനിക്ക് കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബസ് വരാൻ. ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്തൊക്കെ എത്തിച്ചത്. അപ്പം നവോച്ച സിംഗ് വാട്ട് എ പെർഫോമൻസ് അഗെയിൻ. അദ്ദേഹം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇബാൻ ദോഹ്നിങ് പോയ വിടവ് പോലും അറിയിക്കാത്ത തരത്തിലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്റ്റാറ്റ്സൊക്കെ നോക്കിയാൽ ഇപ്പം ഒരു ടാക്കിൾ, 2 ഇൻ്റർസെപ്ഷൻ, 3 ക്ലിയറൻസ്, ഒരു ക്രോസ്, പാസിംഗ് ആക്യുറസി നോക്കിയാൽ 64 മറ്റോ ആണുള്ളത്. അപ്പം ആ ഒരു ലെവലിൽ അദ്ദേഹം ഒരു ടീം പ്ലെയർ എന്നുള്ള നിലയിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പം പ്രീതമാണെങ്കിലും ഈ ഒരു മാച്ചിൽ വളരെ മികച്ച, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഡിഫൻസിൽ ഒരു കുറഞ്ഞ പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് 54 മറ്റോ ആയിരുന്നു പ്രീതത്തിൻ്റേത്. പിന്നെ ഉണ്ടായിരുന്നതാണ് 2 വിദേശ താരങ്ങൾ, ഡ്രിഞ്ചിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലെസ്കോവിച്ചും. ഇതിലിപ്പം ഡ്രിഞ്ചിച്ചിൻ്റെ സ്റ്റാറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുക. പക്ഷേ ഞാൻ പറയും ഈ ഒരു മത്സരത്തിൽ ലെസ്കോവിച്ചാണ് എൻ്റെ ഹീറോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു മത്സരം ഞാൻ ഓൾറെഡി റിവ്യൂവിൽ ചെയ്തതായിട്ട് സൂചിപ്പിച്ചതാണ്. ഞാൻ സ്റ്റേഡിയത്തിലിരുന്നാണ് ഈ ഒരു മത്സരം വാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ലെസ്കോവിച്ച് ആ ഒരു മത്സരം തുടങ്ങി അദ്ദേഹം കളം വിടുന്ന ആ ഒരു സമയം വരെ ആ ഒരു എന്താ പറയുക ടീം അല്ലെങ്കിൽ ഒരു എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡിഫൻസിനെ എങ്ങനെ ഷേപ്പ് ചെയ്യണം, ഓരോ പ്ലെയേഴ്സിനെയും പറഞ്ഞ് കളിപ്പിക്കുന്ന രീതി, ഇപ്പം ഗോൾ കീപ്പേഴ്സിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫൻസ് ലൈനാണെങ്കിലും ഇവൻ മുന്നേറ്റത്തിൽ ഒരു ട്രൂ ലീഡർ എന്താണ് എന്നുള്ളത് ഉറപ്പായിട്ടും തെളിയിച്ച് തന്നിട്ടുണ്ട് ലെസ്കോവിച്ച് ഈ ഒരു മത്സരത്തിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ TV-യിലൊക്കെ എത്രത്തോളം കണ്ടു എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിനോടൊപ്പം തന്നെ ലെസ്കോവിച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് 2 കോച്ചസ് ആയിരുന്നു സൈഡ് ലൈനിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയും. കാരണം ലെസ്കോവിച്ച് വേണേൽ അദ്ദേഹത്തിന് 80 മിനിറ്റ് കളിച്ച് ക്ഷീണിച്ച് ആ കസേരയിൽ പോയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞു അദ്ദേഹം സൈഡ് ലൈനിൽ അവിടെ നിന്നിട്ട് ഡിഫൻസിനെ ഷേപ്പ് ചെയ്യാനും അദ്ദേഹം അവിടെ നിന്നിട്ട് കളി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുമായിരുന്നു. സോ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ടീം ഗെയിം അല്ലെങ്കിൽ ആ ഒരു ടീമിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഒരു ട്രൂ ലീഡർ, ഇതൊക്കെ പറയാനാണ് ലെസ്കോവിച്ചിനെ പറ്റി എനിക്ക് പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ലെസ്കോവിച്ചിനെ തന്നെ പറയും, അതിലൊരു സംശയമില്ല. പക്ഷേ പെപ്രയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. അദ്ദേഹം നമ്മൾ പലപ്പോഴും എന്താ പറയുക ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ, ഒരു ഗോൾ, ഒരു അസിസ്റ്റ്, അതുപോലെ ഡിഫെൻസീവ്ലി അദ്ദേഹം അല്ലെങ്കിൽ ഒരു ടീം വൈസ് അല്ല അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരുന്നു. ചെന്നൈയിൻ FC മത്സരത്തിന് ശേഷം പഞ്ചാബ് FC മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, വർക്ക് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം എല്ലാം ഒത്തുവന്നി. ഈ രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് അറ്റാക്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി ചെയ്യുക എന്നതിനോടൊപ്പം മറ്റു ഡ്യൂട്ടീസും കൂടി വരുമ്പോഴാണ് അദ്ദേഹം
ഒരു വേറെ ലെവൽ പ്ലെയർ എന്ന തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഇനിയൊരു വീഡിയോയുടെ ഒരു ടെയിൽ എൻഡിലേക്ക് വരുന്നൊരു സമയത്ത് എനിക്ക് പറയാനുള്ളത് അസർ എന്ന് പറയുന്ന താരത്തെ പറ്റിയാണ്. വിപിന് ഒരു ഇഞ്ചുറി പറ്റുമ്പോഴാണ് അസർ കളിക്കളത്തിലേക്ക് എത്തുന്നത്. ഈ അസർ അദ്ദേഹം സെക്കൻഡ് ബോൾ ഇത് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ്. അതായത് ആ ഒരു ഫോറിൻ പ്ലേയേഴ്സിനെ പോലും ഡാസ്നെയൊക്കെ അടക്കമുള്ള പ്ലേയേഴ്സിനെ പോലും ഒന്ന് സ്പേസ് കൊടുക്കാത്ത രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള കളി. പിന്നെ ഈ ഒരു ഗെയിമിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്യുറസി ഒരു പക്ഷേ അസറിനായിരിക്കും. 90% മറ്റോ ആയിരുന്നു പാസിംഗ് ആക്യുറസി. സോ അദ്ദേഹം ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ യങ്ങായിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല തരത്തിലാണ് അസർ ഈ ഒരു മത്സരത്തിൽ ഇപ്പം കളിക്കുന്ന ആ ഒരു മിനിറ്റ്സിൽ അദ്ദേഹം ടീമിന് നൽകുന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻസ് ചെയ്യാൻ ഷാൻസൈ.